നമസ്കാരം. കമൽ കാഴ്ചകളിലേക്ക് സ്വാഗതം. ശരൺ, നമ്മൾ ഏത് വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്? ഈ രാഹുകാലത്തെ പറ്റി എന്താ സംശയം? അച്ഛാ, എനിക്കൊരു സംശയമുണ്ട് ഈ രാഹുകാലത്തെ പറ്റി. ഈ കല്യാണം അങ്ങനത്തെ മംഗളകരമായ സംഭവങ്ങൾ നടക്കുമ്പോൾ ഈ മുതിർന്ന ആൾക്കാർ പറയാറുണ്ട് നമ്മുടെ രാഹുകാലം കഴിഞ്ഞിട്ടേ എന്തും ചെയ്യാമോ. അപ്പൊ നമ്മളെങ്ങനെയാണ് രാഹുകാലം കണ്ടുപിടിക്കുന്നത്? അതായത് ഈ ടൈം, രാഹുകാലം എന്ന് പറയുന്ന ടൈം എപ്പോഴും സ്റ്റഡി ആയിട്ട് നിൽക്കുവാണോ, ആദ്യം ഇങ്ങനെ അതിനിടയ്ക്ക് വേരിയേഷൻസ് വന്ന് മാറി നിൽക്കുവാണോ? നമുക്ക് പറയാം. അത് രാഹുകാലം എന്ന് പറയുന്നത് സാധാരണ നമ്മളെ കലണ്ടർ നോക്കി അറിയാം. രാഹുകാലം എല്ലാ ദിവസവും ഒരേ സമയമല്ല. 1.5 മണിക്കൂർ സമയത്തേക്കാണ് ഒരു ദിവസം രാഹുകാലം ഉള്ളത്. അത് ഞായറാഴ്ച ഒരു സമയം, തിങ്കളാഴ്ച ഒരു സമയം, ചൊവ്വാഴ്ച ഒരു സമയം, അങ്ങനെ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി കൃത്യമായ ഒരു ടൈം ടേബിൾ അതിനുണ്ട്. അതിന് മാറ്റമൊന്നും വരത്തില്ല. പക്ഷെ നമ്മളത് അറിഞ്ഞിരിക്കണം. ഞായറാഴ്ച എപ്പോഴാണ് രാഹുകാലം തുടങ്ങുന്നത്, തിങ്കളാഴ്ച എപ്പോഴാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് നമുക്ക് ഒന്നെങ്കിൽ കലണ്ടർ നോക്കാം, അല്ലെ കലണ്ടർ നോക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരു ചെറിയൊരു സൂത്രവാക്യമുണ്ട്. ഹരൻ, ആ സൂത്രവാക്യം എന്ന് പറയാമോ? 4:30, 7:30, 3 പിന്നെ 12, 1:30, 10:30 നവമേ. എന്താണത്? ഞായറാഴ്ച 4:30 മുതൽ 1.5 മണിക്കൂർ വരെ, തിങ്കളാഴ്ച 7:30 മുതൽ 1.5 മണിക്കൂർ വരെ. അത് അങ്ങനെയാ പോകുന്നത്. 4:30, 7:30, 3 ഇഹ പിന്നെ 12, 1:30, 10:30 നവമേ. നവം എന്ന് പറഞ്ഞാൽ 9. അപ്പൊ ഞായറാഴ്ച മുതൽ ക്രമത്തിൽ ഇങ്ങോട്ട് എടുക്കുക. 4:30, 7:30, 3 ഞായർ, തിങ്കൾ, ചൊവ്വായി. ഞായറാഴ്ച 4:30 മുതൽ 7 മണി വരെ 1.5 മണിക്കൂറത്തേക്ക്. തിങ്കളാഴ്ച 7:30 മുതൽ 1.5 മണിക്കൂറത്തേക്ക്. ചൊവ്വാഴ്ച ആകുമ്പോഴോ 4:30, 7:30, 3 മണി മുതൽ 4:30 വരെ രാഹുകാലം. ഇങ്ങനെ പോയിട്ട് 12, 1:30, 10:30 നവമേ 9 മണി. ശനിയാഴ്ച ആകുമ്പോഴത്തേക്ക് അത് 9 മണിയാവും. അപ്പം ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി എന്നുള്ള ക്രമത്തിലെടുത്താൽ ഈ ശ്ലോകം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് രാഹുകാലം എന്താന്ന് കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടെ ചൊല്ലി നോക്കിയാലോ? 4:30, 7:30, 3 ഇഹ പിന്നെ 12, 1:30, 10:30 നവമേ. നമസ്കാരം.